അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക വറസൂലിക സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദഅവത്തിന്റെ രീതിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരു പ്രബോധന പ്രവർത്തനത്തെ നമുക്ക് രണ്ട് ഭാഗമായി തിരിക്കാം. ആ രണ്ട് ഭാഗത്തെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഒന്ന്, ഒരു പ്രബോധകൻ അവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും, രണ്ടാമത്തേത് ഒരു പ്രബോധകന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചുമാണ്. പ്രബോധകന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 45-ാമത്തെ വചനം മുതലാണ് ദാവയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നത്. ദായിയുടെ ക്വാളിറ്റി, ദായിക്കുണ്ടായിരിക്കേണ്ട നിബന്ധനകൾ. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ വലാ തുതീൽ കാഫിരീന വൽ മുനാഫിഖീന വദഅദാഹും വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വക്കീല. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 45-ാമത്തെ വചനം. യാ അയ്യുഹൻ നബിയ്യു, യാ നബിയെ, ഇന്നാ അർസൽനാക, തീർച്ചയായും നിങ്ങളെ നാം നിയോഗിച്ചിരിക്കുന്നു, ഷാഹിദൻ, സാക്ഷിയായിട്ട്, വമുബശ്ശിറൻ, സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളായിട്ട്, വനദീറൻ, ഭയപ്പെടുത്തി അറിയിക്കുന്ന ആളായിട്ടും, വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളായിട്ടും, ബിഇദ്നിഹി, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം, വസിറാജൻ മുനീറ, സിറാജൻ മുനീറായിട്ടും, വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വലിയ ഫദ്ലുണ്ട് എന്ന സന്തോഷം അറിയിക്കുക. വലാ തുതീൽ കാഫിരീന വൽ മുനാഫിഖീൻ വദഅദാഹും വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വക്കീല. മൊത്തത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചെയ്യുക. ഒരു ദായിയുടെ പ്രവർത്തനത്തിന്റെ ആകത്തുക ഇതിലുണ്ട്. ഇതിൽ ആദ്യം പറയുന്നത് തന്നെ ഷാഹിദ് എന്ന വാക്കാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ, ഷാഹിദായിരിക്കുന്നു എന്നാണ്. അത് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് രണ്ടാം ഭാഗത്ത് ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീനീ ദഅവത്തിന് വേണ്ടി വന്നു. ഇവിടെ നബിയുടെ ഇഷ്ടങ്ങൾ നമ്മുടെയും ഇഷ്ടമാവുക എന്നത് ദായിയുടെ ഒരു ഒന്നാമത്തെ കാര്യമാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്തത്? അതിനു വേണ്ടി തന്നെ പ്രബോധനം ചെയ്യണം. അപ്പോൾ നബി തങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടമായിരിക്കണം, നബി തങ്ങളുടെ ദേഷ്യങ്ങൾ നമ്മുടെ ദേഷ്യമായിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉഹുദ് മലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അക്കാരണത്താൽ തന്നെ ഉഹുദ് മലയോട് നമുക്കും ഇഷ്ടമാവണം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നബി തങ്ങളുടെ ദേഷ്യങ്ങൾ നമ്മുടെ ദേഷ്യമായിട്ട് മാറും. രണ്ടാമത്തെ ഒരു കാര്യം ഇത്തിബാഴ് ചെയ്യണം എന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഇത്തിബാഴ് ചെയ്യണം. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. നടത്തത്തിൽ, ഇരുത്തത്തിൽ, എല്ലാ വിഷയങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഴ് ചെയ്യാണ് വേണ്ടത്. വിശദമായിട്ട് ഈ ക്ലാസ്സിൽ പറയുന്നില്ല, അങ്ങനെ പറയേണ്ടതുമില്ല. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു പ്രബോധകന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടങ്ങൾ നമ്മുടെയും ഇഷ്ടമായിരിക്കണം. രണ്ടാമത്തേത്, ഏത് വിഷയത്തിനാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഴ് ചെയ്യണം. ദഅവത്തിൽ എന്ന് മാത്രമല്ല, പ്രവർത്തനത്തിലും. അനുസരിച്ചാൽ പോരാ എന്നാണ്, അനുകരിക്കണം. നടന്നതുപോലെ നടക്കണം, ഇരുന്നതുപോലെ ഇരിക്കണം, സംസാരിച്ചതുപോലെ സംസാരിക്കണം, ചിരിച്ചതുപോലെ ചിരിക്കണം. അങ്ങനെ ചെയ്യുന്നതിനാണ് ഇത്തിബാഴ് എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ പ്രബോധനം എങ്ങനെയായിരിക്കണം എന്നതിൽ ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നമ്മൾ അഹ്സാബിൽ നിന്ന് ഉദ്ധരിച്ച ആയത്തിൽ ഷാഹിദായിരിക്കുക എന്ന് പറഞ്ഞല്ലോ, അതിന്റെ അർത്ഥം സാക്ഷിയായിരിക്കുക എന്നാണ്. സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ കണ്ടു പറയുക എന്നാണ്. സത്യത്തിൽ അള്ളാഹുവിനെ കണ്ടു പറയാൻ കഴിയില്ല, കാണൂലല്ലോ, എന്നാലല്ലേ പറയാൻ കഴിയുള്ളൂ. പിന്നെ കണ്ടു പറയാൻ എന്തേ കഴിയുള്ളൂ? മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു പറയാൻ വേണ്ടി പറ്റുക.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജസദാണ്. നുബുവത്തും റിസാലത്തും അല്ല വഫാത്തായിട്ടുള്ളത്. നുബുവത്തും റിസാലത്തും ഇന്നും ഇന്നത്തെ നബി ആരാന്ന് ചോദിച്ചാൽ മുത്തുനബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തെ നബിയും ഇനി എൻ്റെ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുന്ന സമയത്തെ നബിയും ആരാന്ന് ചോദിച്ചാൽ, റസൂൽ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇന്നത്തെ നബി മുഹമ്മദ് നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. അതിനാൽ നുബുവത്തും റിസാലത്തും അല്ല മരണപ്പെട്ടിട്ടുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജസദാണ് മരണപ്പെട്ടിട്ടുള്ളത്, വഫാത്തായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാമത്തെ കാര്യം ദഅവത്തിൽ മുഹമ്മദ് നബിയെ പഠിപ്പിക്കലാണ് സത്യത്തിൽ ഷാഹിദാവുക. കാരണം നബിതങ്ങളെ കണ്ടു പറയാനേ കഴിയുള്ളൂ. നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ടോരെ കണ്ടു പറയണമെങ്കിലും മുഹമ്മദ് നബിനെ കഴിയുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാതെ അള്ളാഹുവിനെ കഴിയൂല. അതുകൊണ്ട് മുഹമ്മദ് നബിയെ പഠിപ്പിക്കലാണ് ദഅവത്തിന്റെ ഒന്നാമത്തെ ഭാഗം. അവ്വലു വാജിബിൻ അൽ ആബാഇ അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലദ ബി മക്ക വദഫിന ബിൽ മദീന എന്നുണ്ടല്ലോ. മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമാകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വഫാത്തായി, മദീനയിൽ ഖബറടക്കം ചെയ്തു എന്നൊക്കെയാണ്. നമ്മുടെ പിതാവ്, നമ്മുടെ വാപ്പ എവിടെയാണ് ജനിച്ചത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ എവിടെയാണ് ജനിച്ചത്, ഹോസ്പിറ്റലിലാണോ, ഉപ്പാന്റെ വീട്ടിലാണോ, ഉമ്മാന്റെ വീട്ടിലാണോ, എവിടെയാണ് എന്നെല്ലാം പഠിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് മക്കയിലാണ് എന്ന് പഠിക്കേണ്ടി വരും. വാപ്പാന്റെ ഖബർ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മദീനയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാകും. അപ്പോൾ അതാണ് ഒരു കാര്യം. ഇതിൽ 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് വരിക. 1 ശമാഇലുകൾ, 2 ദലായിലുകൾ, 3 ഖസായിസുകൾ, 4 ഫളായിലുകൾ. 4 കാര്യങ്ങളാണ്. ദലായിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്നതിൻ്റെ ദലീൽ, തെളിവ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫദ്ല്, മറ്റാർക്കുമില്ലാത്ത നബി തങ്ങൾക്ക് മാത്രമുള്ള കാര്യങ്ങൾ. 3 ഖസായിസ്, പ്രത്യേകതകൾ. വിശദീകരിച്ച് പറയാം. 4മത്തേത് ശമാഇലുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കമാലിയത്തിന്, സമ്പൂർണതക്ക് ആവശ്യമായ കാര്യങ്ങൾ. ഷമായിലുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണെങ്ങനെയാണ്, മൂക്ക് എങ്ങനെയാണ്. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഷമായിൽ എന്ന ഗ്രന്ഥം ഉണ്ടല്ലോ, അതിൽ നബി തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൈ എങ്ങനെയാണ്, നിറം എങ്ങനെയാണ്, മൂക്ക് എങ്ങനെയാണ്, ചുണ്ടെങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനാണ് ഷമായിലുകൾ എന്ന് പറയുന്നത്. അത് പഠിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് അവരുടെ ശരീരത്തെക്കാൾ അടുത്തതാണ് എന്നത് മനസ്സിലാവണമെങ്കിൽ നബി തങ്ങളുടെ ശരീരം തന്നെ പഠിക്കേണ്ടി വരും എന്നതാണ്. ഇതാണ് ശമാഇലുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ദലായിലുകളാണ്, നുബുവത്തിന്റെ തെളിവുകൾ. അർസല അംബിയാ ദവി ഫത്താന ബിസ്ദിഖി വത്തബലീഗി വല്ലാമാന. 1 ഫത്താനത്ത്, ബുദ്ധികൂർമ്മത, അമാനത്ത്, വിശ്വസ്തത, തബ്ലീഗ്, എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുക്കും എന്ന തിരിച്ചറിവ്. ഫത്താനത്ത്, അർസല അംബിയാ ദവി ഫത്താന, ബുദ്ധികൂർമ്മത, ബിസ്ദിഖ്, സത്യസന്ധത, അമാനത്ത്, വിശ്വസ്തത, തബ്ലീഗ്, എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും എന്ന വിശ്വാസം. ഈ പറയപ്പെട്ട കാര്യങ്ങൾ, ഇതിനൊക്കെയാണ് പ്രധാനമായും ദലീലുകൾ. മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ തെളിവുകളാകുന്നു, ദലീലുകളായിരുന്നു ആ കാര്യങ്ങളൊക്കെ. പിന്നുള്ളത് ഖസായിസുകളാണ്, പ്രത്യേകതകൾ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമാകുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഖസായിസുകൾ എന്ന് പറയുന്നത്. ഫളാഇൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്നെ സ്വന്തമായുള്ള പ്രത്യേകതകളാണ് ഫളാഇലുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാ അമ്പിയാക്കൾക്കും ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൽ നിന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചില പ്രത്യേകത കൂടുതലുണ്ട്. ഇത് മറ്റുള്ള അമ്പിയാക്കളെ മോശാക്കാനല്ല, നമ്മുടെ നബിയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അത് ഉമ്മത്തിനുണ്ടാവും. മറ്റുള്ള അമ്പിയാക്കളുടെ ഉമ്മത്തിനേക്കാൾ നമുക്ക് ഫضലുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ നബിക്ക് ഫضലുണ്ട്.
അതുകൊണ്ട് ഖിയാമത്ത് ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കുന്നത് നമ്മളായിരിക്കും. കാരണം മുഹമ്മദ് നബിയാണ് കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഫضലാണ് അതിൻ്റെ കാരണം. എല്ലാ അമ്പിയാക്കൾക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിസ്കാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആർക്കും നോമ്പുണ്ടായിട്ടില്ല. അത് ഈ ഉമ്മത്തിന്റെ ഫضലിൽപ്പെട്ടതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് ഫളായിലുകൾ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ദഅവത്തിലുള്ള രണ്ടാമത്തെ കാര്യം, ദഅവത്തിന്റെ രീതിയിലെ രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുക എന്നതാണ് ദഅവത്തിന്റെ പ്രവർത്തന രീതി. മദ്ഹ് 3 തരത്തിലുണ്ട്. ഒന്ന് അൽ ഔസാഫു ബിത്തഹ്സീൻ എന്നതാണ്. രണ്ടാമത്തത് അൽ ഔസാഫു ബിത്തസീൻ എന്ന് പറയുന്നതാണ്. മൂന്നാമത്തത് അൽ ഔസാഫു ബിത്തംകീൻ എന്ന് പറയുന്നതാണ്. അൽ ഔസാഫു ബിത്തഹ്സീൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയലാണ്. ഇപ്പൊ താഴോസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയിലൊക്കെ നബി തങ്ങളുടെ 10 പ്രത്യേകതകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിൽ ഈച്ചരിക്കാറുണ്ടായിരുന്നില്ല, നിഴലുണ്ടായിരുന്നില്ല, ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിലാണ് നബി തങ്ങൾ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അൽ ഔസാഹു ബിത്തഹ്സീൻ എന്ന് പറയുന്നത്. അൽ ഔസാഹു ബിത്തസീൻ എന്ന് പറയുന്നത് നബി തങ്ങളുടെ ഭംഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഉമിനീരിന് സുഗന്ധമായിരുന്നു. മലമൂത്ര വിസർജനം നടത്തി തിരിച്ചു വന്നാൽ നബി തങ്ങൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോയ സ്ഥലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ പോയി നോക്കാറുണ്ടായിരുന്നു, പക്ഷെ ഒന്നും കാണാറുണ്ടായിരുന്നില്ല. വിയർപ്പിന് സുഗന്ധമായിരുന്നു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ വിയർപ്പ് ശേഖരിച്ച് ഉറങ്ങുമ്പോൾ നെറ്റിത്തടത്തിൽ പൊടിയുന്ന വിയർപ്പ് ശേഖരിച്ച് അത് കുപ്പിയിലാക്കി സൂക്ഷിച്ചു വെച്ച് സുഗന്ധമായി ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അൽ ഔസാഫ് ബിത്തസീൻ എന്ന് പറയുന്നത്. അൽ ഔസാഫ് ബിത്തംകീൻ എന്ന് പറയുന്നത് നമ്മളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് എന്നതിനെ കുറിച്ച് പറയലാണ്. ഞാനും നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ജീവനാണ്, ജീവന്റെ ജീവനാണ്, ഉമ്മയാണ്, വാപ്പയാണ്, ഉമ്മയും വാപ്പയും ഒരുമിച്ചാണ്, ഉമ്മയേക്കാൾ പ്രധാനപ്പെട്ടതാണ്, ജീവനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് അൽ ഔസാഫ് ബിത്തംകീൻ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ് മദ്ഹിൽ വരുന്നത്. അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുള്ളത് ദഅവയുടെ പ്രവർത്തനം എന്നതിലേക്ക് വരുമ്പോൾ സൂറത്തുൽ അഹ്സാബിന്റെ 45-ാം വചനം മുതലുള്ള വചനങ്ങളെ പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ദാഇയെ അല്ലാഹു തആല എങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പഠിക്കുമ്പോൾ ഒന്ന് ഷാഹിദാണ് എന്നൊരു കാര്യം കിട്ടും. രണ്ടാമത്തേത് മുബശ്ശിറാണ്, നദീറാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിനിങ്ങനെ സംഗ്രഹിക്കാൻ പറ്റും. ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദഅവത്ത് കൊണ്ട് ലക്ഷ്യമാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം ഇത്തിബാ, അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദാഇയുടെ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കണം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യണം. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ, ദാഇയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളും ദാഇയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കുകയും കൂടുതൽ പഠനം നടത്തുകയും ചെയ്യണം. ദഅവ രംഗത്ത് സജീവമായി നിലനിൽക്കാൻ അത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന പ്രബോധകരായി, ദായിമാരായി, ദീനി ഖാദിമങ്ങളായി മാറ്റിത്തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.